ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 7 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ വലിയ ഇടിവാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ കണ്ടത്. ആ വലിയ കാർമേഘങ്ങളെല്ലാം നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകൾ നൽകുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം 40 മുതൽ 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. അടുത്തതായി US മാർക്കറ്റിലേക്കാണ്. S&P 500ഉം നാസ്ഡാക്കും തിങ്കളാഴ്ച ഒരാഴ്ചത്തെ ഉയർന്ന നിലയിലെത്തി. S&P 500 0.55% നേട്ടത്തിലും നാസ്ഡാക്ക് വീണ്ടും 1.24% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് മാത്രമാണ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ US മാർക്കറ്റുകൾ ഉയരാനുണ്ടായ കാരണം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം US-ൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ആക്രമണാത്മക താരിഫ് നിലപാട് സ്വീകരിക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഉയരാൻ ഉണ്ടായ കാരണമായത്. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെക്ടർ 2.13% അവിടെ ഉയർന്നത്. കൂടാതെ ടെക്നോളജി സ്റ്റോക്കുകൾ 1.44% ഉയർന്നു. ഇന്നലെ അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ചിപ്പ് സ്റ്റോക്കുകളായിരുന്നു. എൻവിഡിയ 3.43% ഉയർന്നു. AMD 3.3%, ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 2.84% ഉയർന്നു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇന്നലെ 4.64 ഉള്ളത്. 2024 മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ബോണ്ട് ഈൽഡുകൾ ഉള്ളത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടമുണ്ടാക്കിയത് ഇന്നലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. 3.5% ഇടിഞ്ഞു. ഇൻഫോസിസ് 0.53% നേട്ടമുണ്ടാക്കി. വിപ്രോ 0.86% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.58% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.90% ഇടിയുകയാണ് ഉണ്ടായത്. മറ്റൊരു മുഖ്യമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കനാഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ക്രൂഡോ രാജിവെച്ചിരിക്കുന്നു. വീണ്ടും ക്രിപ്റ്റോ കറൻസി ഫോക്കസിലേക്ക് വരികയാണ്. $100,000 മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $102,000 അടുത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. HMPV വൈറസ് വാർത്തകൾ ഇന്ന് വിപണിയെ ബാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ഇനി നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെയും ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്ത്യൻ വിപണി 3 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ നഷ്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. സെൻസെക്സ് 1258 പോയിന്റ്സും നിഫ്റ്റി 389 പോയിന്റ്സും ഇടിഞ്ഞു. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് HMPV വൈറസ്, ഈ വൈറസ് ഇന്ത്യയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതോടെയാണ് മാർക്കറ്റ് വലിയ ഇടിവിലേക്ക് പോയത്. ഇതുവരെ HMPV വൈറസിന്റെ 5 കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇടിവിന്റെ കൂടുതൽ ആക്കം കൂട്ടിയത് ബാങ്കുകളിൽ നിന്നുള്ള നിരാശാജനകമായ Q3 അപ്ഡേറ്റുകളായിരുന്നു. ഇതുകൂടാതെ ITC ഹോട്ടൽ ബിസിനസ് സ്പിൻ ഓഫ് സെൻസെക്സിന്റെ തകർച്ചയ്ക്ക് 25% സംഭാവന നൽകി. ഇനി കൂടുതൽ നഷ്ടമുണ്ടാക്കിയ മേഖല യൂട്ടിലിറ്റീസ് ആയിരുന്നു. 4.16% ഇടിഞ്ഞു. പവർ സെക്ടർ 3.73%, സർവീസസ് 3.45% നഷ്ടവും രേഖപ്പെടുത്തി. കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സെൻസെക്സിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽസ് 4.41% ഇടിഞ്ഞു. NTPC 3.65% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്ക് 3.26% ഇടിഞ്ഞു. മറ്റൊരു വാർത്തയുള്ളത് റിയൽ എസ്റ്റേറ്റ് ട്രേഡ് യൂണിയനുകൾ 2025-26 ബഡ്ജറ്റിന് മുൻപുള്ള പ്രധാന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാമാണ്. ഭവന വായ്പയുടെ പലിശയുടെ ഇളവ് പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക. നിലവിൽ അത് 2 ലക്ഷം രൂപയാണ്. അഫോർഡബിൾ ആയ ഭവന പദ്ധതികൾക്കായി കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുക. ഭവന നിർമ്മാണ മേഖലയ്ക്ക് അടിസ്ഥാന സൗകര്യ പദ്ധതി വേണമെന്ന ആവശ്യമുണ്ട്. EPFOന് കീഴിൽ കൂടുതൽ പെൻഷൻ പ്രതിമാസം 1000-ൽ നിന്ന് 5000 രൂപയായി ഉയർത്തുക. ആദായ നികുതി ഇളവ് പരിധി 10 ലക്ഷം രൂപയായി ഉയർത്തുക. അതായത് നിലവിൽ അത് 7 ലക്ഷം രൂപയാണ്. നിരവധി സെക്ടറുകൾ നല്ല പ്രതീക്ഷയിലാണ് ബഡ്ജറ്റിന് മുൻപ് തന്നെയുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് 2025 ഫെബ്രുവരി 1 അവതരിപ്പിക്കുക. മറ്റൊരു ഹൈലൈറ്റ് ആയ വാർത്ത കൂടിയുള്ളത്, ഇന്നലെയാണ് HSBC ഇന്ത്യ സർവീസസ് PMI ഡാറ്റ പുറത്തു വന്നത്. സർവീസസ് PMI 4 മാസത്തെ ഉയർന്ന നിരക്കായ 59.3 ഉയർന്നു. നവംബറിൽ അത് 58.4 ആയിരുന്നു. ഏതായാലും എക്കോണമിയെ സംബന്ധിച്ച് ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇൻഫോ എഡ്ജ് എന്ന കമ്പനിയാണ്. സ്റ്റാൻഡ് അലോൺ ബില്ലിംഗ്സിൽ ഇയർ ഓൺ ഇയറിൽ 15.8% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് സൊല്യൂഷൻസിൽ 15.2% വർധനവ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇൻഫോ എഡ്ജ് ഓൺ ചെയ്യുന്ന 99 ഏക്കേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒരു വർധനമുണ്ടായിട്ടുണ്ട്. അത് 16.06% ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. മറ്റൊരു കമ്പനി നെസ്കോയാണ്. നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൗത്ത് സോണിലെ ബാംഗ്ലൂരു ചൈന എക്സ്പ്രസിൽ വേ സൈഡിൽ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി പുതിയൊരു കരാർ ലഭിച്ചിരിക്കുന്നു. 3 സൈറ്റുകൾക്കുമായി ഒരു സൈറ്റിന് 75 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. റവന്യൂ എസ്റ്റിമേറ്റ് പ്രവർത്തനത്തിന്റെ 4ാം വർഷം മുതൽ പ്രതിവർഷം 350 കോടി രൂപയുമാണ്. മറ്റൊരു കമ്പനി അശോക ബിൽഡ്കോൺ ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം NHEIയുമായി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. പദ്ധതി ചെലവ് 1391 കോടി രൂപയാണ്. അടുത്തത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. അന്തർ സംസ്ഥാന ട്രാൻസ്മിഷൻ സംവിധാനം ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള 2 പ്രൊജക്ടുകളുടെ വിജയകരമായ ലേലക്കാരായി കമ്പനിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു കമ്പനി ഡൈനാമിക് സർവീസസ് ആൻഡ് സെക്യൂരിറ്റീസ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 476 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ഓറിയോൺ സെക്യൂരിറ്റി സൊല്യൂഷൻസിൽ നിന്ന് ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 2575 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5750 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നലെ DIS വലിയ പിന്തുണയാണ് നൽകിയത്. 5750 കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ റീറ്റെയിലേഴ്സ് വലിയ സെല്ലിംഗ് തന്നെയാണ് ഇന്നലെ നടത്തിയത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നഷ്ടങ്ങളിൽ മുന്നിൽ നിന്ന് ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്ന് ഉള്ളത് 1.93% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.11% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 1.38% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.99% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,772 എന്ന നിലയിലാണ്. 38 പോയിന്റ് സബ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 40 മുതൽ 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് US നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള വീക്ക് എക്കണോമിക് ന്യൂസുകൾക്ക് ശേഷം ഓയിൽ പ്രൈസുകൾ ഇന്നലെ ചെറിയ ഇടിവിലേക്ക് പോയി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $76.06 പെർ ബാരൽ എന്ന നിലയിൽ 0.21% ഇടിവിലാണ്. WTI ഉള്ളത് $73.25 പെർ ബാരൽ എന്ന നിലയിൽ 0.38% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. അടുത്തതായി നിഫ്റ്റിയിലേക്ക്. ഇന്നലെ വൈറസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരന്നതോടെ നിഫ്റ്റി വലിയൊരു ഇടിവിലേക്കാണ് പോയത്. 23,616 388 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ നമ്മൾ കൂടുതലായി വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിലൂടെയാണ് നിഫ്റ്റി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്നത് വലിയൊരു ഫോൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇനി നമ്മൾ പറയുന്ന ആ ഒരു സോണാണ്. 23,360 മുതൽ 23,205 വരെയുള്ള ആ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇതിന് മുൻപ് നിഫ്റ്റി ആ സോണിൽ ടച്ച് ചെയ്തത് നവംബർ 21 തീയതിയായിരുന്നു. ഈ കാണുന്ന സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ മാത്രമേ നിഫ്റ്റി ആ ഒരു ലെവൽ, ആ ഒരു സോൺ ടച്ച് ചെയ്യുകയുള്ളൂ. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളുമുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ 24,500 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,200 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,300. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായി 23,600 20% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. 472% വർധനമാണ് കോൾ സൈഡിൽ കാണുന്നത്. നല്ല ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണത്. അടുത്തതായി 23,550 സ്ട്രൈക്കിൽ 27% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 398% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 23,650 സ്ട്രൈക്കിൽ 8% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് പുട്ട് സൈഡിൽ കാണാമെങ്കിൽ 248% കുറച്ചുകൂടി നല്ല ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലും കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ച് ശക്തിയുള്ളതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ഇന്നലെ വലിയ ഫോൾ ഉണ്ടാക്കിയത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. 1067 പോയിന്റ്സ് ആണ് ഇന്നലെ ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ നെഗറ്റീവ് ഫാക്ടർ ഇന്നലെ ഉണ്ടായത് ചാനൽ പാറ്റേണിന്റെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇന്നലെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. എന്നാലും ചെറിയ ഹോപ്പിന് പ്രതീക്ഷ നൽകുന്ന ചില ഘടകങ്ങൾ ഇപ്പോഴുള്ളത്. ബാങ്ക് നിഫ്റ്റി മുൻപ് പലതവണ, ഇപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് പോലെ മുൻപ് പലതവണ സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ച് കയറിയ ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഡൗൺ സൈഡിൽ 49,850
ആ താഴെയുള്ള ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ ഫോളോ ആവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ 49,000 തന്നെയാണ് ഡൗൺ സൈഡിൽ. അപ്പ് സൈഡിലേക്ക് വന്നാൽ 50,300 അപ്പ് സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലുമാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000, അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക്. 2024 ഓഗസ്റ്റ് 5 ശേഷമുള്ള ഒരു ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ സർജ് തന്നെയായിരുന്നു നമുക്ക് ഇന്ത്യ വിക്സിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ 15.58% ഉയർന്ന് 15.65 ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്. അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഷെയർ ചെയ്തിരിക്കുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.